ചേച്ചി ഒരു കാര്യം മനസ്സിലായ? എന്ത് കാര്യം? എന്ത് കാര്യം? സാധാരണ CBI പോലെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആളല്ലേ, ഇപ്പൊ എന്തെന്നാ തല അങ്ങോട്ട് വർക്കാവുന്നില്ലടി, നീ പറ. ചേച്ചി, നമ്മൾ ടൂറ് പോയത് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഏയ് അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല. കാരണം അമ്മ തന്നെയല്ലേ പറഞ്ഞ നമ്മുടെ അടുത്ത് ടൂർ പൊക്കോളാൻ. അത് ശരി തന്നെയാണ്. പക്ഷേ അമ്മയെ കൂടെ കൊണ്ടുപോകാത്തതിന്റെ എന്തെങ്കിലും ഒരു ദേഷ്യം ആയിരിക്കും ഇത്. അതൊക്കെ ചിലപ്പോ അമ്മ അടവാണെങ്കിലാ. കൊറേ നാളായില്ലേ അമ്മായി പോലൊക്കെ എടുത്തിട്ട്. അമ്മ വിചാരിച്ച് ഈ ഒരു അവസരത്തില് അമ്മായി പോലെ എടുക്കാന്ന്. മനസ്സിലായില്ലേ? ആണോ? അത് തന്നെ ആയിരിക്കും. അപ്പൊ അമ്മ റാണിയാണെങ്കിൽ നമുക്ക് മഹാറാണിയായിട്ട് കളിക്കാം. വിട്ടുകൊടുക്കരുതെന്ന നീ പറഞ്ഞ ശരിയാ. പ്രശോഭേട്ടന്റെ അമ്മ റാണിയാണെന്നുണ്ടെങ്കിൽ നമ്മള് മഹാറാണിയാണ്. അതെ, അപ്പൊ യുദ്ധം തുടങ്ങാം. നല്ലടി മോളെ, സാധാരണ ഈ ഡയലോഗൊക്കെ ഞാൻ പറയുന്നതാണല്ലോ. ഇടയ്ക്ക് ഞാനും പറയണ്ടേ ചേച്ചി? എന്തായാലും നീ എന്റെ ലെവലിലോട്ട് വരുന്നുണ്ട്. ചേച്ചി അത്ര ദുഷ്ടല്ല. മഹാറാണി ഇനി തീർത്ഥം പാനം ചെയ്താൽ. തീർത്ഥോ? കൊച്ചമ്മ പഴയ കൊച്ചമ്മയല്ല. അല്ല, റാണി പഴയ റാണിയല്ല. ആര്? അയ്യോ അതല്ല, ഇപ്പൊ റാണിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് വെള്ളമെട് എന്നൊന്നും പറയാൻ പാടില്ല. തീർത്ഥം, പാനം അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ മാത്രമേ പ്രയോഗിക്കാവൂ. പിന്നെ കൊച്ചമ്മ, കൊച്ചമ്മയുടെ പയറും പത്രോസവും കണ്ടിട്ടേ, അല്ല പവറും പത്രാസവും കണ്ടിട്ടേ മരുമക്കളൊക്കെ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അമ്മ വേണ ഞെട്ടണം, അതാണ് എന്റെ ആഗ്രഹം തന്നെ. പിന്നെ വേറൊരു കാര്യം, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. കൊച്ചമ്മ ഇപ്പൊ കണ്ടാലുണ്ടല്ലോ ബാഹുബലിയിലെ ശിവകാമിയെ കണക്കുണ്ട് തന്നെ. സിംഹാസനം എന്തിയടാ? അന്നും കിട്ടാൻ പോണില്ല. അല്ല, രായപ്പൻ മിസ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 3 ദിവസത്തിനകത്ത് കിട്ടും. അത് വേണം. അത് കിട്ടിയിട്ട് വേണം എനിക്ക് ചന്ദ്രഹാസം കൊട്ടാരത്തിന്റെ അനന്തരാവകാശിയെ തെരഞ്ഞെടുക്കാൻ. ന്യായമായ കാര്യം. റാണി, മഹാറാണി പോയ കുട്ടിയെ കണ്ടിട്ട് ബാഹുബലിയിലെ മഹേന്ദ്ര ബാഹുബലിയെ കണക്കില്ലേ? ഞാൻ നോക്കിയിട്ട് ഈ കൊട്ടാരത്തിന്റെ അനന്തരാവകാശിയാവാൻ എന്തുകൊണ്ടും അവനാ യോഗ്യൻ. കിരീടം മൂത്ത പുത്രനല്ലേ അണിയേണ്ടത്? അല്ല, കിരീടം മൂത്ത പുത്രനല്ലേ അണിയേണ്ടതെന്ന്. ഇത് രാജബാധ സുഹാസിനെ കട്ട്ലൈ. എൻ സ്വത്ത് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, ആർക്ക് വേണമെങ്കിലും കൊടുക്കും. ഇതാ എൻ കട്ട്ലൈ. കട്ടളയും കഴുക്കോലും കോൺക്രീറ്റും ഒക്കെ അമ്മയുടെ തന്നെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ അവകാശം അത് തുല്യമായി മക്കൾക്ക് കൊടുക്കണം. അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശോഭേട്ടൻ. കൊട്ടാരത്തിൽ റാണിയുടെ മുന്നിൽ നിന്ന് ഒച്ചയെടുത്ത് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇത് എന്റെ സ്വത്ത്, എനിക്കിഷ്ടം പോലെ, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ കൊടുക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.